രണ്ട് ബ്രിട്ടീഷുകാരെ കൊന്നിട്ട് ഒരൊറ്റ കല്ലറയ്ക്കുള്ളിൽ കുഴിച്ചിട്ട മലപ്പുറത്തെ കഥ കിട്ടുന്നു നിങ്ങൾ പറഞ്ഞുതരാം. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹജൂർ കച്ചേരി. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരൂരങ്ങാടി പ്രദേശത്തിലെ ഭരണകാര്യങ്ങൾ നടത്തുന്നതിനായി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഈ ഹജൂർ കച്ചേരി ഇന്ന് മലപ്പുറം പൈതൃക മ്യൂസിയം ആയിട്ടാണ് നിലകൊള്ളുന്നത്. 1905 നിർമ്മാണം പൂർത്തിയായ ഈ കെട്ടിടം 1921 വരെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. പിന്നീട് 1981 മുതൽ 93 വരെ ഇതൊരു പോലീസ് സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. തുടർന്ന് സബ് രജിസ്ട്രാർ ഓഫീസ്, ജുഡീഷ്യറി എന്നിങ്ങനെ പലതരം അഡ്മിനിസ്ട്രേഷൻ വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അവസാനം 2023 പുരാവസ്തു ഗവേഷകർ ഇത് ഏറ്റെടുത്തിട്ട് മലപ്പുറം പൈതൃക മ്യൂസിയം ആയിട്ട് മാറ്റിയത്. മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുകിട്ടിയതും ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തതായിട്ടുള്ള ഒരുപാട് പുരാതന വസ്തുക്കൾ നമുക്കിവിടെ കാണാൻ പറ്റും. മാത്രമല്ല മലപ്പുറത്തിന്റെ പല കൾച്ചറുകളും സ്വാതന്ത്ര്യ സമര ചരിത്രവും ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1921 പരപ്പനങ്ങാടിയിൽ നിന്നും പുറപ്പെട്ട സമര സേനാനികളെ തിരൂരങ്ങാടിയിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യം തടഞ്ഞതും തുടർന്നുണ്ടായ സംഘർഷത്തിൽ 9 സമരക്കാരും 2 ബ്രിട്ടീഷുകാരും മരണപ്പെട്ടു. ബ്രിട്ടീഷ് സൈന്യം പിടിച്ചു വെച്ചിരുന്ന കുറച്ച് സമരക്കാരെ വിട്ടുകിട്ടുന്നതിനായിട്ട് പിറ്റേ ദിവസം ജനങ്ങൾ ഹജൂർ കച്ചേരി വളയുകയും ബ്രിട്ടീഷ് സൈന്യത്തെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഹജൂർ എന്ന പദം പേർഷ്യൻ, ഉറുദു ഭാഷയിൽ നിന്ന് വന്നതാണ്. അതിന്റെ അർത്ഥം ഉന്നത അധികാരികളുടെ ഓഫീസ് അഥവാ സന്നിധി എന്നൊക്കെയാണ്. കച്ചേരി എന്നത് സർക്കാർ ഓഫീസ് അല്ലെങ്കിൽ ഭരണകാര്യാലയം എന്ന അർത്ഥത്തിലുമാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഹജൂർ കച്ചേരി എന്ന പേര് തിരൂരങ്ങാടിയിൽ മാത്രമല്ല, മറിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിലെ ചില പ്രധാന ഭരണകേന്ദ്രങ്ങളിലും ഈ പേര് ഉപയോഗിച്ചിരുന്നു എന്നും അതുകൊണ്ട് ഇതൊരു കെട്ടിടത്തിന്റെ പേര് മാത്രമല്ല, മറിച്ച് ഒരു ഭരണ പദവിയെയും സർക്കാർ ഓഫീസിനെയും സൂചിപ്പിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. 1921 സംഘർഷത്തിൽ മരണപ്പെട്ട 2 ബ്രിട്ടീഷുകാരുടെ കല്ലറ ഇപ്പോഴും ഹജൂർ കച്ചേരിക്ക് മുന്നിൽ നിലകൊള്ളുന്നുണ്ട് കേട്ടോ.